ഓർത്തിണക്കാൻ ബാബ ആംതെ ചരിത്രപ്രധാനമായ ഒരു ഭാരതയാത്ര നടത്തുകയുണ്ടായി. യാത്രക്കിടയിൽ അദ്ദേഹം നാഗാലാൻഡിലെത്തിയപ്പോ നാഗ പെൺകുട്ടികൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്, എങ്ങോട്ടേക്കാണ് യാത്ര നടത്തുന്നത് എന്ന്. തങ്ങൾക്ക് ഭരണകൂട ഭീകരതയിൽ നിന്ന് ലഭിച്ച അടയാളങ്ങൾ ആ നാഗ പെൺകുട്ടികൾ ബാബ ആംതേക്ക് കാണിച്ചു കൊടുത്തപ്പോ തന്റെ ഭാരതയാത്ര ആ നാഗ പെൺകുട്ടികളുടെ എതിർപ്പിന് മുന്നിൽ അദ്ദേഹം അവസാനിപ്പിച്ച് പിന്തിരിയുകയാണ് ഉണ്ടായത്. അവർണരും അധസ്ഥിതരും നീതി നിഷേധിക്കപ്പെട്ടവരും നമ്മളുടെ രാജ്യത്ത് വിമോചനത്തിനു വേണ്ടി കാതോർത്തു നിൽക്കുകയാണ്. ദേശീയ നേതാക്കന്മാരും വലിയ വലിയ ദേശപ്രമുഖന്മാരും നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നൽകാൻ സന്നദ്ധമാകാതിരുന്ന ഘട്ടങ്ങളിൽ രാജ്യത്ത് പല സന്ദർഭങ്ങളിലും പല വിപ്ലവകാരികളും ഉദയം കൊണ്ടിട്ടുണ്ട്. ഭൗതികവാദികളിൽ വിപ്ലവകാരികൾ ഉണ്ടായിട്ടുണ്ട്, ആത്മീയവാദികളിലും വിപ്ലവകാരികൾ ഉണ്ടായിട്ടുണ്ട്. സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനും എതിരായിട്ടുള്ള പുതിയ പോരാട്ടത്തിന്റെ ഭൂമിക നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ അവകാശങ്ങളുടെ മേൽ ചാട്ടവാറുകൾ ഉതിർക്കാൻ എല്ലാം തീരുമാനിച്ചുറച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവർക്കെതിരായി മതജാതി വ്യത്യാസമില്ലാതെ ഒരു പുതിയ പോർക്കളം രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു. ആ പുതിയ പോർക്കളത്തിലേക്കുള്ള കാൽവെപ്പായി ഞാൻ ഈ മഹാസംഗമത്തെ കാണുന്നു. ഇവിടെ ജാതിയില്ല, പ്രത്യയശാസ്ത്രങ്ങളുടെ അതിർവരമ്പുകളില്ല, ഇവിടെ മതത്തിന്റെ വേലിക്കെട്ടുകളില്ല. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മാലക്കും ലാ തുഖാതലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. ഈ ഭൂലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവമാർഗത്തിൽ സമരത്തിന് സന്നദ്ധമാകാത്തത്? അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ഫാഷിസ്റ്റുകളുടെയും ധംഷ്ട്രങ്ങളും അധികാരത്തിന്റെ ചെങ്കോലുകളും രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ലോകത്തുള്ള പീഡിതരായ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നേർക്ക് നീണ്ടു വരുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങിക്കൂടാ. പുതിയ പോരാട്ടങ്ങളുടെ പോർക്കളങ്ങൾ നമ്മൾ തീർക്കണം. അതിനുവേണ്ടി നിങ്ങൾ അബ്ദുൽ നാസർ മഅ്ദനിക്ക് കരുത്തു പകരണം, അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരണം. അദ്ദേഹം അനുഭവിച്ച വേദനകൾക്ക്, ദുഃഖങ്ങൾക്ക് തീർച്ചയായും നമുക്കതിനോട് ഐക്യപ്പെടാം. ഒന്നും അദ്ദേഹത്തിന് സമാനമാകില്ല. 9 വർഷക്കാലത്തെ ജീവിതം കാരാഗ്രഹത്തിനുള്ളിൽ ചെലവഴിക്കേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ആ ദുരന്ത നാളുകളെയോർത്ത് നമുക്ക് ദുഃഖിക്കാം. ഈ രാജ്യത്ത് ഇനി ഒരു പൗരന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി, അങ്ങേക്ക് അഭിവാദ്യങ്ങൾ, 1000 ഹൃദയത്തിൽ ചാലിച്ച അഭിവാദ്യങ്ങൾ. അങ്ങ് മുന്നോട്ട് പോവുക. തീർച്ചയായും നന്മയുടെ കൂടെ, ജനകീയ വികാരങ്ങളുടെ കൂടെ ഈ നാടുണ്ടാകും. മതേതരത്വത്തിന്റെ പാതയിൽ, സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും പാതയിൽ ഒരു ജനതയെ നയിക്കാൻ, ഒരു സമൂഹത്തെ നയിക്കാൻ അങ്ങേക്ക് കെൽപ്പുണ്ടാവണം. കെൽപ്പുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മൊത്തവും മാതൃകയായ ആദരണീയനായ വാസുവേട്ടൻ അവറുകളെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്ദ്യരായ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള സമയമില്ല. കൃത്യം അരമണിക്കൂർ മാത്രമാണ് ഇവിടെ എനിക്ക് സംസാരിക്കുവാൻ ഇനി കഴിയുക. ഈ അരമണിക്കൂർ സമയത്തിനുള്ളിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. ഇതേ കോഴിക്കോടേക്കാണ്
1998 മാർച്ച് മാസം 31-ാം തീയതി നീരാ റാവത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത്. ഇതേ കോഴിക്കോടാണ് വിനീതനായ എന്നെ 8 ദിവസം കസബ പോലീസിലെ 7 ദിവസക്കാലം കസബ പോലീസിലെ ലോക്കപ്പ് മുറിയിലടച്ച് എന്നെ ചോദ്യം ചെയ്തത്. ഇതേ കോഴിക്കോട് വെച്ചാണ് എന്നോട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീമതി നീരാ റാവത്ത് എൻ്റെ വീട്ടിലുള്ള ഒരു EPBX സിസ്റ്റം എന്ന ഒരു സിസ്റ്റം എൻ്റെ വീട്ടിലെ ഫോണിലുണ്ടായിരുന്നു. ഫോൺ വിളിക്കുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളും കാൾ കോൺഫറൻസും ഒക്കെ സുപരിചിതമാകാതിരുന്ന 9.5 വർഷം മുമ്പ് എൻ്റെ റൂമിലിരുന്ന് കാലില്ലാത്തത് കൊണ്ട് എനിക്ക് മറ്റു റൂമിലേക്ക് പെട്ടെന്ന് നടന്നു പോകാനും അതുപോലെ എനിക്ക് പെട്ടെന്ന് ആളുകൾ റൂമിലേക്ക് വിളിച്ചു വരുത്താനും കഴിയാത്തത് കൊണ്ട് മറ്റു റൂമുകളിൽ ഇരിക്കുന്നവരുമായി സംസാരിക്കാനുള്ള സംവിധാനത്തോടുകൂടി EPBX സിസ്റ്റം എന്ന ഒരു ടെലിഫോൺ സിസ്റ്റം, ടെലിഫോണിലെ ഒരു പ്രത്യേക സിസ്റ്റം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന് ഒരു കോഡ് നമ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ഡയറിയിൽ ആ കോഡ് നമ്പർ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ചിട്ട് കോഴിക്കോട് CJM കോർട്ടിൽ ഹാജരാക്കി എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. അതിനുശേഷം എന്നെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ എന്നെ താമസിക്കാൻ അനുവദിച്ചത് പോലീസ് ക്ലബിലായിരുന്നു. അവിടെയാണ് എനിക്ക് താമസ സൗകര്യം ചെയ്തിരുന്നത്. ഒരു കാലില്ലാത്തത് കൊണ്ട് എനിക്ക് സാധാരണ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിന് പോകാൻ കഴിയില്ല. വെസ്റ്റേൺ ക്ലോസറ്റ് ഉണ്ടായാൽ മാത്രമേ എനിക്കിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയുകയുള്ളൂ. വെസ്റ്റേൺ ക്ലോസറ്റ് സംവിധാനമുള്ളത് കോഴിക്കോട് പോലീസ് ക്ലബിലായതുകൊണ്ട് അവിടെയാണ് എന്നെ താമസിക്കാൻ അനുവദിച്ചത്. ആദ്യത്തെ ഒരു ദിവസം അവിടെ താമസിക്കാൻ അനുവദിച്ചിട്ട് രാത്രിയിൽ എന്നെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കസബ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ പല ഉദ്യോഗസ്ഥന്മാരും ചോദ്യം ചെയ്തു. അവസാനം അർദ്ധരാത്രിയിൽ നീരാ റാവത്ത് എന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ വനിത എന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് വളരെ ഗൗരവമായ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, താങ്കൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് കോഡില്ലാതെ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്ന ടെലിഫോൺ കോഡ് ഉപയോഗിക്കാതെ ഫോൺ ചെയ്യാറുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്ത് തെളിവ് വെച്ചാണ് നിങ്ങൾ പറയുന്നത്? അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു, എന്ത് തെളിവുകളാണ് നിങ്ങൾക്കുള്ളത്? നിസ്സാരമായ ഒരു കുറ്റമല്ല നിങ്ങൾ പറയുന്നത്. ഇന്ത്യയിലെ ടെലിഫോൺ കോഡുകൾ ഉപയോഗിക്കാതെ, STD കോഡുകളും ISD കോഡുകളും ഉപയോഗിക്കാതെ ഞാൻ ഏതോ ഒരു പുതിയ കോഡ് വെച്ച് പാകിസ്ഥാനിലേക്ക് നിരന്തരമായി ഫോൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു നിസ്സാരക്കാരനാവില്ല. നിങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തെളിവ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഡയറിയിൽ തന്നെ ഒരു കോഡുണ്ട്, അത് പാകിസ്ഥാനിലേക്ക് വിളിക്കാനുള്ള കോഡാണ്. ഇപ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസ് കൂടിയായ AC, അന്ന് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന മിസ്റ്റർ ചന്ദ്രൻ, അയാൾ മാത്രമാണ് എനിക്കെതിരെ കോയമ്പത്തൂർ കോടതിയിൽ വന്നിട്ട് ആകെ മോശമായ ഒരു ചെറിയ മൊഴി കൊടുത്തത്. ചന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണറും ഇപ്പോഴത്തെ പോലീസ് സൂപ്രണ്ടുമായ ആളാണ്. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടൊരു മൊഴി കൊടുത്തു. കോടതി ആ മൊഴി സ്വീകരിച്ചില്ല. അത് മറ്റൊരു കാര്യം. അയാളും ഈ നീരാ റാവത്തും കൂടി എന്നോട് പറഞ്ഞു, പാകിസ്ഥാനിലേക്ക്, ഞാൻ കോഴിക്കോടായതുകൊണ്ടാണ് ഇത് വിശദമായി പറയുന്നത്, അന്ന് ആദരണീയനായ വാസുവേട്ടനും പ്രിയങ്കരനായ V. പ്രഭാകരനും ശംസുദ്ദീനായ V. പ്രഭാകരനും കൂടി എന്നെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ രാവിലെ വന്നു. ഞാൻ സ്റ്റേഷനിലുണ്ടെന്നറിഞ്ഞിട്ട് മണിക്കൂറുകളോളം അവർ കാത്തു നിന്നിട്ടും അവരെ അതിനനുവദിച്ചില്ല. മലപ്പുറം ജില്ലയിലെ PDPയുടെ പ്രവർത്തകരും നേതാക്കളും വന്നു, അവരെ കാണാൻ അനുവദിച്ചില്ല. എന്നെ ആ രാത്രിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഞാൻ പ്രത്യേകമായ ഒരു ഫോണിൽ ബന്ധപ്പെടാറുണ്ട് പാകിസ്ഥാനിലുള്ളവരുമായിട്ടെന്ന് പറഞ്ഞു. തെളിവ് ചോദിച്ചപ്പോൾ എന്റെ ഡയറിയിൽ കോഡുണ്ട് എന്ന് പറഞ്ഞു. അതെന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. ഇത് കാണിച്ചപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. ഞാൻ ചോദിച്ചു, ഒരു IPS ഉദ്യോഗസ്ഥയല്ലേ, ഇത്ര നിസ്സാരമായി സംസാരിക്കാൻ പാടുണ്ടോ? പാകിസ്ഥാനുമായിട്ട് ഞാൻ കോഡില്ലാതെ ഒരു പ്രത്യേക കോഡിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന കോഡ് എന്റെ വീട്ടിലുള്ള EPBX സിസ്റ്റം എന്ന ഒരു ടെലിഫോണിലെ ഒരു സിസ്റ്റം